വിഷയം ഇപ്പോൾ UDF-നെ വലിയ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? ഈ നടപടിയിൽ അച്ചടക്ക നടപടിയിൽ പോലും ഈ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. അത് ഒരു പ്ലാനാണ്, ചിലരുടെ ഒരു പ്ലാനാണ്. ഈ ശബരിമല വിഷയത്തെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വിഷയം ചർച്ചയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുക. ആ വിഷയം നേരത്തെ കേരളം ചർച്ച ചെയ്തതാണ്, ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്തതാണ്, ഞങ്ങൾ നടപടിയെടുത്താണ്. അത് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഏകകണ്ഠമായി എടുത്ത അത് ചർച്ച ചെയ്യാൻ വീണ്ടും കൊണ്ടുവരുന്നത് ഈ ശബരിമല വിഷയത്തിൽ CPM-നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അത് എല്ലാ നേതാക്കന്മാരുടെയും എല്ലാ പ്രവർത്തകരുടെയും മനസ്സിലുണ്ടാകണം. ഇത് തെരഞ്ഞെടുപ്പാണ്, ആ വിഷയമല്ല ചർച്ച ചെയ്യേണ്ടത്. ചർച്ച ചെയ്യപ്പെടേണ്ടത് ശബരിമല തന്നെയാണ്. അപ്പോൾ CPM-ന്റെ ആ കെണിയിൽ ഞങ്ങൾ വീഴില്ല, ഞങ്ങളുടെ ഒരു നേതാക്കന്മാരും വീഴില്ല. ഇന്നലെ ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പരാതി നൽകിയിരിക്കുകയാണ്. അതെനിക്കറിയില്ല. എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം K. സുധാകരൻ പരസ്യം അതിനൊക്കെയുള്ള മറുപടി ഞാൻ പറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു വിഷയം അതിനൊക്കെയുള്ള ഞാൻ മറുപടി പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ കോൺഗ്രസിനും പാർട്ടിക്കും പ്രസ്ഥാനത്തിനും പ്രസ്ഥാനത്തിന്റെ നേതാക്കൾക്കും എല്ലാവർക്കും വലിയ ബോധ്യവും തിരിച്ചറിവുകളും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് സതീശനടക്കം തുറന്ന് സമ്മതിക്കുന്നു, പിണറായി വിജയന്റെ അടിമകളുടെ സഖാക്കളുടെ LDF-ന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ വീഴ്ചകൾ മറക്കുവാൻ വേണ്ടിയിട്ടാണ് രാഹുലിനെതിരെയുള്ള ഈ ആരോപണങ്ങൾ, പുകമറകൾ, വിവാദങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഒരു പരാതിക്കാരി ഇല്ലാത്തതും. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ നിയമപരമായ നടപടികൾ പാതി വഴിയിൽ ചെന്നെത്തി നിൽക്കുന്നതിന്റെയും കാരണം ഇത് ഈ പറയുന്ന പുകമറകൾ മാത്രം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ അയ്യന്റെ പൊന്നു കെട്ടത് അത് തന്നെയാണ് ചർച്ചാ വിഷയം കേരളത്തിലുടനീളം. ആ ചർച്ചയെ വഴിതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുലിനെ ബലിയാടാക്കിയിട്ടുള്ളത്, രാഹുലിനെ ക്രൂശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. K. സുധാകരനും K. മുരളീധരനും ഒക്കെ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും രാഹുലിന് ഉപദേശങ്ങൾ അടക്കം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നതും നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ VD സതീശനും അവസാനം VD സതീശനും കാര്യങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഈ തിരിച്ചറിവിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, കാരണം കോൺഗ്രസ് ഈ പറയുന്ന ഓഗസ്റ്റ് 20-ന് ഈ വലിയ പുകമറകൾ ഉയർന്നപ്പോ കോൺഗ്രസ് താഴെയും മേലെയും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ആ പരാതി അല്ലെങ്കിൽ ആരോപണങ്ങൾ കേട്ട ഉടനെ കോൺഗ്രസ് ഒരു നടപടിയെടുത്തു. അത് പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരാളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നടപടിയെടുത്തു, മാറ്റി നിർത്തി എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ആലോചിച്ചില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ബോംബ് എന്ന് പറഞ്ഞ് ഒരു നനഞ്ഞ പടക്കം കൊണ്ടെന്ന് എറിഞ്ഞതോടുകൂടി കോൺഗ്രസിന് കാര്യങ്ങൾ മനസ്സിലായി. എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനത്തെയും രാഹുലിനെയും തകർക്കുക എന്നതിലപ്പുറം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് CPM-ഉം LDF-ഉം ഗോവിന്ദനും പിണറായി വിജയനും അടങ്ങുന്ന ആളുകള് ഇവര് ചെന്നെത്തി നിൽക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയുണ്ട്, വലിയ ഒരു തോൽവി ഇവർ മുന്നിൽ കാണുന്നുണ്ട്. അതിനപ്പുറം ആ തോൽവി മുന്നിൽ കാണാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവരുടെ എല്ലാ കൊള്ളരുതായ്മകളും ജനം വേണമെങ്കിൽ ക്ഷമിച്ചേക്കാം, അവർ മറന്നു പോയേക്കാം. പക്ഷേ അയ്യന്റെ പൊന്നു കെട്ടത് അത് ജനം മറക്കില്ല, അത് ജനം പൊറുക്കില്ല, അത് ജനം ക്ഷമിക്കില്ല എന്നുള്ള വ്യക്തമായ തിരിച്ചറിവും ബോധ്യങ്ങളും LDF-നും ഗോവിന്ദനും പിന്നെ രാജാവായിട്ടുള്ള പിണറായി വിജയനുമുണ്ട്. ആ ബോധ്യങ്ങൾ തന്നെയാണ് ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പ് ഗർഭവുമായി രംഗത്തിറങ്ങുവാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത്. ആ രംഗത്തിറങ്ങൽ എന്താണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും രാഹുലിനെ സംബന്ധിച്ചിടത്തോളവും അത് വലിയ തിരിച്ചറിവുകൾക്കുള്ള ഒരു അവസരമായി എന്നുള്ളതാണ്. ഇന്ന് കോൺഗ്രസിന്റെ നേതാക്കള്, പ്രസ്ഥാനത്തെ നയിക്കുന്നവര്, KPCC-യുടെ നേതൃത്വം, പ്രതിപക്ഷ നേതാവ് മുരളീധരൻ, സുധാകരൻ, അങ്ങനെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും ഇന്ന് അത് തിരിച്ചറിയുന്നുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ടുകൊണ്ടുള്ള വെറും പടക്കമാണ് എന്നുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോ ആ രാഹുലിനെടുത്ത നടപടിയിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് കോൺഗ്രസിന്റെ നേതൃത്വം ഒന്നടങ്കം
വലിയ ചർച്ചകൾ ചെയ്ത് എടുത്ത തീരുമാനമാണ്. പക്ഷെ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ അത് രാഹുലിനെതിരെയുള്ള നടപടിയിലാണ് ചർച്ചകൾ ഉണ്ടായിട്ടുള്ളത്. ഈ രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുവാനോ അതിന്റെ സ്ഥിതിഗതികളെ അന്വേഷിക്കുവാനോ നേതൃത്വം വലിയ മുൻകൈ എടുത്തില്ല എന്നുള്ള ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന്. അപ്പോ ഇപ്പൊ അത് തിരിച്ചറിയുന്നുമുണ്ട്. കാരണം അന്ന് ശരിക്കും പറഞ്ഞാൽ രാഹുലിനെ പ്രതിരോധിച്ച് രാഹുലിനെ സംരക്ഷിച്ചു പിടിക്കുകയായിരുന്നു പ്രസ്ഥാനം ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്ന് നേതാക്കൾക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ നടപടികളൊക്കെ ഉയർന്നു വന്ന സമയത്ത്, ഈ പരാതികൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് രാഹുലിനെതിരെ എടുത്ത നടപടിയിൽ വലിയ കാർക്കശ്യപൂർണമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് വി ഡി സതീശൻ. വി ഡി സതീശൻ എന്ന് മാത്രമല്ല കേട്ടോ, എല്ലാവരും അതിൽ പങ്കാളികളാണ്. പക്ഷേ വി ഡി സതീശൻ നമ്മൾ ശ്രദ്ധിക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ദിവസം ഒന്നിലധികം ചോദ്യങ്ങൾ ഒരേ വിഷയങ്ങളിൽ ഉയർന്നു വരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. അപ്പോ അത്തരത്തിലൊരു കാർക്കശ്യപൂർണമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് വി ഡി സതീശൻ. KPCC പ്രസിഡന്റും എല്ലാവരും അത്തരത്തിലൊരു തീരുമാനമെടുത്തു. പക്ഷേ ആ തീരുമാനവും ആ നിലപാടുകളും ഒക്കെ ഇന്ന് മാറി ചിന്തിക്കാൻ കാരണമാകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ ബോംബുകൾ തന്നെയാണ്. ആ ബോംബുകൾ ഈ തെരഞ്ഞെടുപ്പ് ബോംബായി അതിനെ കാണാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത കാലഘട്ടത്തില് ആദ്യം പറഞ്ഞ അതേ കാര്യങ്ങൾ വീണ്ടും അതിന്റെ വള്ളികളിലും പുള്ളികളിലും വ്യത്യാസം വരുത്തി, അതിന്റെ ഡിസൈനുകളിൽ വ്യത്യാസം വരുത്തി, പുതിയ സ്ക്രീൻഷോട്ടുകൾ ഇറക്കിയിട്ട് ആ വിഷയം ഇങ്ങനെ കത്തിപ്പിടിപ്പിച്ച് അതിങ്ങനെ ചർച്ചയാക്കി കൊണ്ടു നടക്കാൻ വലിയ താല്പര്യങ്ങളാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു കഴിഞ്ഞു ഈ വിഷയത്തിൽ. കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിൽ ഒരു കൗണ്ടർ പോയിന്റിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്തിട്ട് പുറത്തേക്ക് പത്മകുമാറിന്റെ മൊഴികളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ചർച്ചയാണ് ശബരിമലയിലെ അയ്യന്റെ സ്വർണം കട്ടതുമായിട്ട്. ആ ചർച്ചയിൽ ആ പ്രതിനിധിയാവാൻ വേണ്ടി CPM-ന്റെ പ്രതിനിധിയെ മനോരമ ന്യൂസ് സമീപിച്ചപ്പോ അവരോട് പാർട്ടിയുടെ നിർദ്ദേശം എന്തായിരുന്നെന്നറിയാമോ? രാഹുൽ മാങ്കൂട്ടം വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞങ്ങളുള്ളൂ ചർച്ചക്ക്, അയ്യന്റെ പൊന്നുകട്ട വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങളില്ല എന്ന് വെച്ചാൽ അയ്യന്റെ പൊന്നു കട്ടത് ചർച്ച ചെയ്യരുത്, രാഹുൽ വിഷയം ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്ത് അതിങ്ങനെ കത്തിപ്പിടിപ്പിച്ച് നിർത്തണം. പത്മകുമാർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കേരളത്തിന്റെ കാതുകൾ എത്തരുത്, ആ വാർത്തകൾ കേരളത്തിന്റെ ജനങ്ങളുടെ കാതുകളിലേക്ക് എത്തരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് ആർക്കുമില്ല. എന്താണെങ്കിലും അവസാനം കോൺഗ്രസിന്റെ നേതൃത്വം അവർക്ക് തിരിച്ചറിവുണ്ടാകുന്നുണ്ട്, അവർക്കുള്ള ബോധ്യങ്ങളിൽ സമീപനങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. പുകമറയാണ് വിവാദങ്ങൾ, ആരോപണങ്ങൾ എന്നൊക്കെ പറയുന്നത് വെറും പൊള്ളയായ വാദങ്ങളാണെന്നുള്ള കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. അതല്ലെങ്കിലും ഇത് നേരത്തെ തിരിച്ചറിയേണ്ടതായിരുന്നു. ഇത് ഇച്ചിരി വൈകിപ്പോയി. ഇവൻ ദോ അത്ര വൈകി, ഒരുപാട് ടൂ ലേറ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാടധികം താമസമെടുത്തു എന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വൈകിയാണെങ്കിലും തിരിച്ചറിവുകൾ നല്ലത് തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയാണ്. അയാളെ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയല്ല. ഈ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ വല്ല കഴമ്പുമുണ്ടോ എന്ന് അയാൾക്കെതിരെ നടപടി എടുക്കുന്നതിന് മുമ്പ് പരിശോധിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്യാതെ പോയത് തന്നെ വലിയ ഒരു വീഴ്ചയാണ്, വലിയ തരത്തിലുള്ള ഒരു ഡ്രോബാക്ക് തന്നെയാണ്. അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയല്ല. ഇന്ന് കേരളത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തില് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് ഈ പ്രചരണത്തിന്റെ കുന്തമുനയാകേണ്ടിയിരുന്ന വ്യക്തിയാ രാഹുൽ മാങ്കൂട്ടം. അയാൾ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയാണോ? അല്ല. അപ്പോ ഇത്തരം കാര്യങ്ങളിൽ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ അത് പറ്റിപ്പോയി എന്നുള്ള ഒരു തിരിച്ചറിവെങ്കിലും പ്രസ്ഥാനത്തിന് ഇപ്പോ ഉള്ളത് അത് വലിയ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്, വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്.